ഈയിടെയായി ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. അതൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. അത് വാറൻ ബഫറ്റിൻ്റെയും ചാർലി മുങ്കറിൻ്റെയും ഒക്കെ ഒരു ആശയം വെച്ചിട്ട് ഞാൻ തനതായി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രൊസീജിയറാണ്. അത് വലിയ ഇൻ്റലിജൻ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ റെഡായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിലും അത്യാവശ്യം ലാഭമായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റേതായ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊസീജിയർ പറയുന്നത്. ഇത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും വാദിക്കുന്നില്ല. ഓരോരുത്തരും അവരുടേതായ രീതിയിലുള്ള ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുക്കണം തീർച്ചയായിട്ടും. പക്ഷേ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് പറഞ്ഞാൽ ഈ പ്രൊസീജിയറിൻ്റെ ഒരു ലോജിക്കും റീസണിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്താണെങ്കിലും ഇതിൽ പറയുന്ന ഒരു സെക്ടറോ ഒരു എക്സാമ്പിളോ ഒരു റെക്കമെൻഡേഷനോ അതിനകത്ത് എനിക്ക് ഷെയർസും ഇല്ല. ആ സെക്ടറിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഇതൊരു സ്റ്റഡി പർപ്പസിനാണ് പറയുന്നത്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്ററുടെ അഡ്വൈസോടുകൂടി മാത്രം ചെയ്യുക. ഇനി നമ്മുടെ ഒരു നിഫ്റ്റിയുടെ കുറച്ച് നാളത്തെ ഒരു ചരിത്രം നോക്കിയാൽ 2021 മുതൽ 24 വരെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലാഭം കിട്ടിയിരുന്നു. പക്ഷേ 2025 നമുക്ക് ലാഭം കിട്ടിയില്ല. 2026 കിട്ടാതായപ്പോഴാണ് എല്ലാവരും കൂട്ടത്തോടെ ഇപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. നമ്മൾ ഇപ്പോൾ ചാർലി മുങ്കറിൻ്റെ ആണെങ്കിലും അവരുടെ ആദ്യം പറയുന്നത് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആ ബിസിനസ് എന്താണോ ആ ഇൻഡസ്ട്രിയിൽ ആ സ്റ്റോക്കിൻ്റെ ബിസിനസ് സ്ട്രാറ്റജി എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് നോ യുവർ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിവിടെ ഇന്നലെ ഒരു ഇൻ്റർനാഷണൽ ബോഡി റെക്കമെൻഡ് ചെയ്ത ഒരു 10-15 സ്റ്റോക്സിൽ നിന്ന് ഒരു സ്റ്റോക്ക് എടുത്തിരിക്കുന്നു. അത് ബജാജ് ഓട്ടോയാണ്. എനിക്കിതിനകത്ത് പ്രത്യേക ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുമില്ല. ഇത് ഞാൻ ഇപ്പോൾ പുതുതായിട്ട് എടുക്കാൻ പോവുകയാണെങ്കിൽ ഇത് ഞാൻ എങ്ങനെ സ്റ്റഡി ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത്. ആദ്യമേ തന്നെ ഇതിൻ്റെ ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു. അതിനകത്ത് പോയിന്റ്സുകളാണ് ഞാൻ പറയുന്നത്. ബജാജ് ഓട്ടോ എന്ന് പറയുന്നത് 2 or 3 വീലറിൽ ഇൻഡസ്ട്രിയിൽ നല്ല ഒരു ബ്രാൻഡഡ് ആണ്. ഇവർക്ക് ഏകദേശം 70ഓളം രാജ്യത്ത് കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മളെപ്പോഴും ഇൻഡസ്ട്രിയിൽ ആ സ്റ്റോക്സിനകത്ത് കസ്റ്റമേഴ്സ് ആരാണ്, അവരുടെ ടൈപ്പ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. 3 വീലർ സെഗ്മെൻറ്റിൽ അവർ ഇന്ത്യയിൽ 85% മാർക്കറ്റ് എടുക്കുന്നവരാണ്. പിന്നെ ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്താ പറയുക, ടെക്നോളജിയിൽ ഇവർ പുറത്തുനിന്ന് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എടുക്കും. അത് നല്ല യൂറോപ്യനോ അല്ലെങ്കിൽ ജപ്പാനോ ടെക്നോളജി ഒക്കെ അവർ എടുത്തിട്ട് അത് ഇന്ത്യയിൽ ആ ഇൻഡസ്ട്രി അവർ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇടും. ആ പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്ക് എപ്പോഴും ചീപ്പായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇവർ ലാഭത്തിൽ പോകുന്നത്. പിന്നെ ഇവർ പുതിയ ടെക്നോളജി EV മുതലായ ഏരിയകൾ ഇവർ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാളത്തെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഓട്ടോ സ്റ്റോക്കാണ് ഇത്. അപ്പോൾ ആദ്യത്തെ ഇത് ഞാൻ അവിടെ ക്ലിയർ ചെയ്തിരിക്കുന്നു. ഇനി രണ്ടാമത് ബാലൻസ് ഷീറ്റിലേക്ക് ഞാൻ കയറി. അതിനകത്ത് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ആദ്യമേ തന്നെ ഞാൻ നോക്കുന്നത് ഡെപ്റ്റ് എന്തോരം ഉണ്ടെന്നാണ്. ഡെപ്റ്റ് അവരൊരു 22 മുതലുള്ള ഹിസ്റ്ററി നോക്കിയാൽ 0 ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ കൊല്ലം 2025 ഡെപ്റ്റ് ടു ഈക്വിറ്റി റേഷ്യോ 0.26 ആണ്. 2026 എത്തിക്കും 0.57 ആണ്. ആ കാര്യം 1 താഴെ അക്സെപ്റ്റബിൾ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് അവിടെ ഒരു ചോദ്യം ഉണ്ട്. അത് നമ്മൾ പഠിക്കുകയും ചെയ്യണം. അപ്പോൾ ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലയബിലിറ്റീസ് മൈനസ് ഷെയർ ഹോൾഡേഴ്സ് ഈക്വിറ്റി. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ ലയബിലിറ്റിയിൽ ലോങ് ടേമും ഷോർട്ട് ടേം ആയിട്ടുള്ള എല്ലാ ലോൺസും എല്ലാ ഡെപ്റ്റും വരും. ഷെയർ ഹോൾഡർ ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ അസറ്റ് മൈനസ് ലയബിലിറ്റിയാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഡെപ്റ്റ് എടുത്തിരിക്കുന്നതും ഇവരുടെ എക്സ്പെൻഡിച്ചറും പോയിരിക്കുന്നത് യൂറോപ്യൻ കൊളാബറേഷൻസ് ആണ്, മെയിൻലി ടെക്നോളജി. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ടെക്നോളജി കിട്ടുന്നുണ്ട്, യൂറോപ്യൻ മാർക്കറ്റിലേക്ക് എക്സ്പോഷറും കിട്ടുന്നുണ്ട്. പിന്നെ ബ്രസീലിൽ ഇവർ പ്ലാന്റ് ഉണ്ട്. അതുകൊണ്ട് സൗത്ത് അമേരിക്കൻ കൺട്രീസിലേക്ക് മാർക്കറ്റ് എക്സ്പാൻഷൻ ഉണ്ട്. പിന്നെ EVയിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതില്ലാതെ ഈ സെക്ടർ മുമ്പോട്ട് പോകില്ല.
പിന്നെ ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഓട്ടോ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് അവർക്കൊരു ഇതുണ്ട് ഇതിൻ്റെ കീഴിൽ തന്നെ. അപ്പോഴും മാർക്കറ്റ് വലുതാവുകയാണ്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ഞാൻ തൃപ്തനാണ്. ഞാൻ അവിടെയും ക്ലിയർ ചെയ്തിരിക്കുന്നു. ഇനി മൂന്നാമത് ഞാൻ നോക്കിയത് റിട്ടേൺ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. റിട്ടേൺ ഓഫ് ROE ആണ് ജനറലി നോക്കുക. നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഈക്വിറ്റി. നെറ്റ് ഇൻകം എന്ന് പറയുന്നതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് 20ക്ക് മുകളിലുണ്ട്. 26-നകത്ത് അത് വന്നിരിക്കുന്നത് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് 27 ആണ്. വളരെ നല്ല വാല്യൂ ആണ്. അവിടെ ഞാൻ ക്ലിയർ ചെയ്തിരിക്കുന്നു. പിന്നെ ഈ ചാർലി മുങ്കർക്ക് അല്ലെങ്കിൽ വാറൻ ബഫറ്റ് ഒക്കെ പറയുന്നത് ഒരു മോട്ട് വേണം. മോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷീത്ത് മാതിരിയാണ്, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ മാതിരി വേണം. അതായത് ഒരു എക്കണോമിക് ക്രാഷോ റിസഷനോ ഒക്കെ വന്നു കഴിഞ്ഞാലും ഇത് സസ്റ്റെയിൻ ചെയ്യണം. നമുക്ക് കുറച്ച് കൊല്ലങ്ങളിലേക്ക് ഇത് നമുക്ക് തലവേദന തരരുത്. തന്നാൽ പൊങ്ങിയാലും അത് തലവേദന തരരുത് എന്നുള്ളതാണ്. അതായത് ഉറക്കം പോകരുത്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ ഇതൊരു ക്വാളിറ്റേറ്റീവ് അസസ്മെൻ്റ് ആണ്. അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഇതിനകത്ത് വരും. ഞാൻ ഇതിനകത്ത് കണ്ടത് എന്നാന്ന് വെച്ചാൽ ഹൈ പെർഫോമൻസ് എൻജിനാണ് ഇവർ ഉപയോഗിക്കുക, പക്ഷെ ചീപ്പ് കോസ്റ്റിലാണ് അവരുണ്ടാക്കുന്നത്. രണ്ടാമത് 3 വീലറിൽ അവർ ഏകദേശം ഒരു മോണോപ്പൊളിയാണ്. 85% എന്ന് പറഞ്ഞാൽ നല്ലൊരു മോണോപ്പൊളിയാണ്. പിന്നെ ബജാജ് എന്ന ബ്രാൻഡ് നെയിം പണ്ട് മുതലേ ഒരു ട്രസ്റ്റ്, എൻ്റെ ചെറുപ്പത്തിലെ മുതലേ ഒരു ട്രസ്റ്റഡ് നെയിമാണ് 2 വീലർ സെഗ്മെൻറ്റിൽ. അതുകൊണ്ടുള്ള ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. പിന്നെ ഇവർക്ക് മാർക്കറ്റ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമല്ല ഗ്ലോബലി ഉള്ളതുകൊണ്ട് 70 കൺട്രീസ് ഉള്ളതുകൊണ്ട് അത് ഒരു റിസ്ക് മിറ്റിഗേഷനാണ്. പിന്നെ ഇവർക്ക് നല്ല ക്യാഷ് റിസർവ് ഉണ്ട്. 15,000 crores അവിടെ ഞാൻ ക്ലിയർ ചെയ്തിരിക്കുന്നു. ഇനി അവസാനത്തെ എൻ്റെ ഒരു സെലക്ഷൻ പോകുന്നത് ഈ വാല്യുവേഷൻ റേഷ്യോസിലേക്കാണ്. ഈ വാല്യുവേഷൻ റേഷ്യോസിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് PE ആണ്. PE നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ കിടക്കുന്നത് 27.6. ഓക്കെ, ഞാൻ അവിടെ ഒന്ന് നിന്നു, ആലോചിച്ചു, കുറച്ചുകൂടെ ഡീപ്പറായിട്ട് പോയി. സെക്ടർ ആവറേജ് 25.5 ആണ്, അതിനേക്കാൾ മുകളിലാണ് നിൽക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ആവറേജ് 19.9 ആണ്. അത് ബജാജ് ഓട്ടോയുടെ തന്നെ ഹിസ്റ്റോറിക്കൽ ആവറേജ് ആണ് 19.9. അപ്പോൾ ഇപ്പോൾ ഇത് ഓവർ പ്രൈസ്ഡ് ആണ്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് പതുങ്ങിയിരിക്കുകയാണ്. ഫോർവേഡ് PE നോക്കി, അത് 24.2 ആണ്. അതും അത്ര അട്രാക്റ്റീവ് അല്ല. ഇനി പെഗ്, അതായത് ഫോർവേഡ് ഗ്രോത്ത് നമ്മളിപ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പെഗിൽ കിട്ടുന്നത്. അത് 2.67 ആണ്. അതായത് ഓവർ പ്രൈസ്ഡ് ആണ്, എബോവ് 1 ഓവർ പ്രൈസ്ഡ് ആണ്. അപ്പോൾ ഇത് നല്ല സ്റ്റോക്കാണോ എന്ന് ചോദിച്ചാൽ നല്ല സ്റ്റോക്കാണ്, പക്ഷേ ഇപ്പോൾ ഹയർ പ്രൈസ്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് വാങ്ങുകയില്ല എന്നാണ് ഈ അനാലിസിസിൽ എനിക്ക് കിട്ടുന്ന ഉത്തരം. പക്ഷേ ഞാനിത് ഇനി ഒരിക്കലും വാങ്ങുകയില്ല എന്നാണോ? അല്ല, നല്ല സ്റ്റോക്കാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രൈസിൽ വാങ്ങിയാൽ അത് ലാഭം കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഒരു പ്രൈസ് കറക്ഷൻ വന്നു കഴിഞ്ഞാൽ PE ഒരു 20ലേക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഞാനത് റീലുക്ക് ചെയ്യും. ഇത് ഒരു സ്റ്റഡി പർപ്പസിന് പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ ഏത് നല്ല ഒരു സ്റ്റോക്ക് ആണെങ്കിലും നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം. നിങ്ങൾക്ക് ഓരോ ഏരിയയും നിങ്ങൾക്ക് ഡീപ്പായിട്ട് പോകാം. നിങ്ങൾ കൺവിൻസ്ഡ് ആവുന്നവരെ അവിടെ വെച്ച് റിജക്റ്റ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാം. അതിനുശേഷം മാത്രമേ തുടങ്ങാവുള്ളൂ. അത് ചെറുതായി തുടങ്ങുക. അത് സിസ്റ്റമാറ്റിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റമാറ്റിക്കായിട്ട് താഴേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് അതിനെ നോക്കണമെന്ന് നേരത്തെ എൻ്റെ വീഡിയോസ് നോക്കിയാൽ കിട്ടും. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ലാഭകരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എന്താണെങ്കിലും ഇത് സ്റ്റഡി പർപ്പസിന് മാത്രം എടുക്കുക. ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ സഹായം തേടുക. താങ്ക് യു.